ഇതാണ് ഈ സാധാരണക്കാരായ ആളുകളെ പിന്നെ പരാതികളൊക്കെ സ്വീകരിക്കുന്ന. അപ്പോൾ രാജാവ് ഇരിക്കുന്ന സ്ഥലമാണ് ആ മുന്നിൽ കാണുന്ന വൈറ്റ് കളർ. അതാണ് ആ സാധനം. അതിൽ ഇരുന്നിട്ടാണ് ഈ സാധാരണക്കാരനായ ആളുകളെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത്. ലാഹോർ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ 1500 മുതലാണ് മുഗൾ സാമ്രാജ്യം തുടങ്ങുന്നത് ഇവിടെ. എല്ലാവർക്കും ഇന്ന് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. റെഡ് ഫോർട്ടിലേക്ക് നടക്കുകയാണ്. ഇനി ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇന്നലെ ഞങ്ങൾ രാത്രി ഡൽഹിയിൽ ഒന്ന് ശരിക്കും ഒരു ഗല്ലിയിൽ ഞങ്ങൾ കാറായിട്ട് കുടുങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ റെഡ് ഫോർട്ടിൻ്റെ ഗേറ്റിലേക്ക് എത്തുന്നവരേക്ക് തരാം. അതൊരു പാടാണ്. കാരണം വണ്ടിയേറ്റ് ഡൽഹിയിൽ പോണ ആളുകൾക്ക് ഞങ്ങൾ പെട്ടത് എല്ലാവർക്കും അറിഞ്ഞിരിക്കണമല്ലോ. ഞങ്ങളങ്ങനെ റൂമിൻ്റെ ലൊക്കേഷൻ വിട്ടുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ബാക്കിലായിരുന്നത്. അതാണെങ്കിൽ നല്ലൊരു ഗല്ലിയാണ്. ഞങ്ങളൊരു 50 മീറ്റർ ഉള്ളിലേക്ക് മാന്യമായിട്ട് വണ്ടിയിട്ടാണ് പോയി. പക്ഷെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നോർമലായിട്ട് നമ്മളെ ഈ റിക്ഷ, സ്കൂട്ടി അങ്ങനത്തെ ഉള്ള വണ്ടികൾ മാത്രം ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ റോഡ് പറ്റടി ചെറുതായി. പിന്നെ നമുക്ക് വണ്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഞങ്ങൾ കയറിയത് ശരിക്ക് കാറുകൾ പോണ റോഡിലായിരുന്നില്ല. റിക്ഷയും ഒരു അങ്ങാടിൻ്റെ ഉള്ളിലാണ്. വളരെ ടൈറ്റായ ഗല്ലി. ഞങ്ങൾ പിന്നെ അവരോട് പറഞ്ഞ് അവിടെ ഉള്ളവർ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കയറിയിട്ട് പെട്ടതാണ്. ഞങ്ങൾ പെട്ടതാണെന്ന് മനസ്സിലായപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ വണ്ടികളൊക്കെ മാറ്റുന്നത്, ഈ റിക്ഷകളും ബൈക്ക് മറ്റേ സ്കൂട്ടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റോട്ട് മേടിക്കുക. നമ്മളെ വണ്ടി മുന്നോട്ടുള്ള സ്പേസ് ഇല്ല. ഞാൻ ഇറങ്ങി ഈ വണ്ടികളൊക്കെ നീക്കിയിട്ടും. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, അവരും നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ മലയാളികളും ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് 1 കിലോമീറ്ററോളം ഇവിടുന്നാണ്ട് ഓടിയാൽ നമുക്ക് വലിയ റോട്ടിലെത്തും. ഇങ്ങനത്തെ വണ്ടി നമ്മൾ കാറുകളല്ല, കാറുകൾ വരാൻ പാടില്ലാത്ത റോട്ടിലാണ് ഞങ്ങൾ കയറിപ്പോയത്. അവിടെ ഫുള്ളുള്ള വണ്ടികൾ മറ്റേ റിക്ഷ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് വണ്ടികളുണ്ട് ചെറിയ ചെറിയ. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഞങ്ങൾ ആ വണ്ടിയായിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ വണ്ടി അല്ലെങ്കിൽ പോലും ശരിക്കും പൊളിച്ചടക്കും. കാരണം റിക്ഷക്കൊക്കെ വെറും ഇരുമ്പിൻ്റെ വണ്ടികളല്ലേ, നമ്മളെ വണ്ടി കേടില്ലേ. അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ആ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു വൈറലാവും. കാരണം എന്താ പറയുക, വീഡിയോ എടുത്ത ആൾക്കാരെ ഞങ്ങൾ തല്ലും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയപ്പോൾ സമാധാനം. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ ലൊക്കേഷനിലേക്ക് നടന്നു പോവേ. കാരണം നടന്നു പോയിട്ട് വണ്ടി പോകാൻ പറ്റുമോ നോക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ സത്യത്തിൽ പോയത്. നടന്നു പോയിട്ട് അവിടുന്ന് ആളെ കൊടന്ന് അതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, വണ്ടിയായിട്ട് അവനെ കൊണ്ട് ഞങ്ങൾ അവരെ പാർക്കിങ്ങിൽ വണ്ടിയെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇന്നലെ സത്യത്തിൽ റൂമിലേക്ക് ഞങ്ങൾ രാത്രി കയറിയത്. അതുവരെ ഞങ്ങളൊന്ന് ശരിക്കും വെള്ളം കുടിച്ചു. ഇപ്പോൾ വണ്ടിയായിട്ട് പോവാതിരിക്കലാണ്. വണ്ടിയായിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള ഉള്ളിലേക്കുള്ള സന്ദർശനം മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും റിക്ഷകൾ ഒക്കെ വിളിച്ച് പോയിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ഡൽഹി ജുമാ മസ്ജിദ് ഒക്കെ കാണാൻ വേണ്ടി പിന്നീട് ഞങ്ങൾ പോണത് റിക്ഷ വിളിച്ചിട്ടാണ്. കാരണം നമ്മൾ കേരള ഹൗസിൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ്, അവിടുത്തെ വണ്ടിയിലാണ് ഞങ്ങളങ്ങനെ പോയത്. അല്ലാതെ നമ്മൾ കാറായിട്ട് ഇങ്ങനെ കല്ലിപ്പോൾ നമ്മളെ കാറ് പോലും പണിയാക്കി തരും. അവിടെ ഡൽഹിയിൽ ഒരുവിധ റോഡ് സൈഡിൽ നമ്മൾ റോഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ കാണുന്ന വണ്ടികൾ ഒരു 90% ഇടിച്ച വണ്ടികളാണ്. ഫുള്ള് ബാക്കും സൈഡൊക്കെ തട്ടി മുട്ടിയിട്ട് ഇരപ്പായ വണ്ടി. ഒരാളും ആ വണ്ടിയെ നേരാക്കണില്ല. കാരണം ഇതന്നെ അവിടെ പരിപാടി. 3 ട്രാക്കുള്ള റോട്ടിൽ 6 ലൈൻ വണ്ടി നിർത്തി അങ്ങനെ ഉണ്ടാവും. കൊണ്ട് തിരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ദയനീയമായൊരവസ്ഥ തന്നെയാണ്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ നിൽക്കുകയാണ്. ഇനി ഇവിടെ ചെക്കിങ് ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ പ്രവേശന കവാടത്തിൻ്റെ അവിടെ ഞങ്ങൾ രാവിലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് പറയാൻ മറന്നു. രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ വന്ന ഇന്നലത്തെ ഒരു അവസ്ഥയല്ല ഇന്നിവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഇത് ലാഹോറി ഗേറ്റ്. വേറൊരു ഗേറ്റുള്ളത്
ഡൽഹി ഗേറ്റ്, അത് അപ്പുറത്താണ്. ഇന്നലത്തെ ഡൽഹിയിലെ അവസ്ഥ അല്ല കേട്ടോ. ഇന്നലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായത് കാരണം വലിയ ചൂടുണ്ടല്ല. ഇന്ന് നല്ല ചൂടാണ്. ചൂട് പറഞ്ഞാൽ ഈ രാവിലെ തന്നെ നമ്മൾ വേർക്കുന്ന ഒരവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് രാവിലെ തന്നെ എത്തി. കാരണം ഇന്ന് ഒരു 3-4 സ്ഥലം സന്ദർശിക്കൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്, സമയമില്ല. ഇന്ന് ഡൽഹി ജുമാ മസ്ജിദ്, മീനാറൊക്കെ സന്ദർശിക്കാൻ പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാഹോർ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറി. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ 1500 മുതലാണ് മുഗൾ സാമ്രാജ്യം തുടങ്ങുന്നത് ഇവിടെ. അത് ഈ കാണുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മളെ ബാബറും അക്ബറും ജഹാംഗീറും ഒക്കെ വിസ്തൃതമാക്കിയ ഈ സ്ഥലം. നമ്മളിപ്പോഴത്തെ ഇത്രയും രാജ്യങ്ങൾ ചേർന്നതായിരുന്നു. 1627 ഷാജഹാൻ ഇവിടെ അവരോധിക്കപ്പെടുന്നത്. ഈ കാണുന്ന ഈ അങ്ങാടി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ചൗക്ക് അഥവാ ചത്ത ചൗക്ക് എന്നാണ് പറയുക. അതിനർത്ഥം മലയാളത്തിൽ പറഞ്ഞ മേൽക്കൂരുള്ള അങ്ങാടിന്ന്. രാജാവിനും രാജാവിൻ്റെ കുടുംബങ്ങൾക്കുമുള്ള സുഗന്ധ തൈലങ്ങൾ, ആഡംബര വസ്തുക്കൾ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരുന്നത് ഈ കാണുന്ന ഈ അങ്ങാടി. ഈ 1627 ഷാജഹാൻ അവതരിക്കപ്പെട്ടതിന് ശേഷം ഷാജഹാൻ്റെ അവസ്ഥ പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വളരെ ഇപ്പോൾ നമ്മൾ താജ്മഹൽ ഒക്കെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള നിർമ്മിതത്തിൻ്റെ ഒരാളാണ്, അഥവാ കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ ഷാജഹാൻ അവരോധിക്കപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ 1960 ശേഷമാണ് എന്തുണ്ടായത്, ഈ റെഡ് ഫോർട്ട് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ പണി 1648 ഇതിൻ്റെ പണി തീരുന്നത്. ഇത്രയും എവിടെയും ഇങ്ങനത്തെ ഒരു കോട്ട മറ്റുള്ളൊരു സ്ഥലത്ത് ഉണ്ടാവരുത് എന്നുള്ളൊരു പവറിലാണ് എന്ത് വസ്തുക്കളും ഉണ്ടാകും. ഇപ്പം നമുക്ക് ഒരു മഹാത്ഭുതമായിട്ട് താജ്മഹലൊക്കെ നിൽക്കുന്നത് പോലെയല്ലോ എന്ന പോലത്തെ ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു. ഉള്ള ഏറ്റവും സൗന്ദര്യത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ഒരു കോട്ട നിർമ്മിക്കുക എന്നായിരുന്നു. അങ്ങനെ നിർമ്മിച്ചാണ് 1648 ഈ കോട്ടൻ്റെ പണി തീരുന്നത്. ചൂട് കാരണേ ഭയങ്കര ദാഹം. ഞങ്ങൾ വെള്ളമൊന്നും എടുത്തിട്ടില്ല. കാരണം ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ നിന്ന് ബോട്ടിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും കയറ്റാനും പാടില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഇതൊന്നും വാങ്ങാനുള്ളൊരു സ്ഥലം ഇവിടെ ഞങ്ങൾ കണ്ടില്ല. കുറേ കണ്ട് ഉള്ളിലെത്തിയതിനു ശേഷം ഒരു ഉള്ളിൽ ഒരു VIP റെസ്റ്റോറൻറ്റ് മാതിരി കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലോ നല്ല തണുപ്പും AC ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പും. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ആ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അതിലേക്കാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ ആളുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ നാട്ടിലുള്ള സാധാരണ ആളുകൾ ഇവിടുത്തെ നമ്മൾ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നിട്ട് കാണാൻ ഒരു പ്രത്യേക കോട്ട തന്നെയാണ് ഒരു ഭാഗം. പിന്നെ രാജ്യങ്ങളെ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്നത് മറ്റൊരു ഭാഗം. അതിനെ ദീവാനെ ആം എന്നാണ് വിളിക്കൽ ഈ സ്ഥലത്തിനെ. അപ്പം നമ്മൾ ആ മുന്നിൽ കാണുന്ന അതാണ് സംഭവം. ഇത് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണാം. നമ്മൾ ഈ ഷാജഹാന് ശേഷം ഇവിടെ ഔറംഗസീബിന് എന്ന് ഭരണം. അതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ മുഗൾ സാമ്രാജ്യത്തിന് നല്ലൊരു പവറുള്ളൊരു ഭരണകൂടം ഉണ്ടായില്ല. ഇതാണ് ഈ സാധാരണക്കാരായ ആളുകളെ പിന്നെ പരാതികളൊക്കെ സ്വീകരിക്കുന്ന. അപ്പോൾ രാജാവ് ഇരിക്കുന്ന സ്ഥലമാണ് ആ മുന്നിൽ കാണുന്ന വൈറ്റ് കളർ. ആ സാധനം ഇതിൽ ഇരുന്നിട്ടാണ് ഈ സാധാരണക്കാരനായ ആളുകളെ ആവശ്യങ്ങൾ പരിഗണിക്കലൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഔറംഗസീബിന് ശേഷമാണ് ഈ മുഗൾ സാമ്രാജ്യം തകർന്നത്. നല്ലൊരു ഭരണാധികാരി ഇല്ലാതായി. പുതിയൊരു കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.